ഹലോ ഫ്രണ്ട്സ്, ഹായ്. അപ്പോൾ നമുക്ക് ഞാൻ തേർഡ് പാർട്ടിലേക്ക് എടുക്കാം, ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കുറച്ച് നിങ്ങൾക്ക് പാടാണ്. അത് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ, അതുപോലെ തന്നെ ഇൻവേഴ്സ് കാര്യങ്ങളൊക്കെ എന്താണ് കുറച്ച് പാടായിട്ടുള്ള ഭാഗങ്ങളാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഞാനിവിടെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ. അപ്പം ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് കുറച്ച് പാടുള്ള ഫംഗ്ഷൻ ലാബാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് തന്നെ പഠിക്കുക. കുറച്ച് എന്താണ് ലോജിക്കൽ തിങ്കിങ്ങിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ക്വസ്റ്റ്യൻസ് ഭംഗിയായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കുന്ന സമയം ഒരു ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ കാണും എന്തെങ്കിലും ഒരു കല്ലുകടി. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ കല്ലുകടി ഇല്ലാതെ ഇരിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ലാബ് ചെയ്യുന്ന ഈ രണ്ട്, അതായത് ഇൻവേഴ്സ് ഇൻവേർട്ടിബിളും ചെയ്യുന്ന സ്ഥലത്ത് കല്ലുകടി ഇല്ലാതെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. കാരണം എനിക്കെപ്പോഴും ഈ രണ്ട് ലാബും ഭയങ്കര എന്താണ് നോർമലി കുറച്ച് പാടായിട്ടാണ് തോന്നാറുള്ളത്. ടീച്ചേഴ്സ് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്ന ലാബ് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. പക്ഷേ അതിന് കുറച്ച് ടൈം ആവശ്യമാണ്. അതാണ് എല്ലാവർക്കും പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിനറൊന്ന് ചോദിക്കും. നമ്മൾ ചിലപ്പോൾ തുടങ്ങുന്ന സമയത്തായിരിക്കും. ആ സമയത്ത് നിങ്ങളത്തെ എക്സാമിനറൊന്ന് ചോദിക്കും, എല്ലാ ഫംഗ്ഷൻസും ഇൻവേർട്ടിബിൾ ആണോ എന്ന് ചോദിക്കും. നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ ഫംഗ്ഷൻസും ഒന്നും എന്തല്ല, ഇൻവേർട്ടിബിൾ അല്ല. ആൾ ഫംഗ്ഷൻസ് ഇത് നമ്മളിപ്പം എന്താണ് ഒരിക്കലും എന്താണ് എല്ലാ ഫംഗ്ഷൻസും ഇൻവേർട്ടിബിൾ ആവില്ല എന്നുള്ള കാര്യം ഫസ്റ്റ് മനസ്സിലാക്കി കൊടുക്കാം. ഇപ്പോൾ ചില ഫംഗ്ഷൻസിന് എന്താണ് ഇൻവേർട്ടിബിൾ ആകാനായിട്ട് നമ്മൾ എന്തിനാ അതിന് റെസ്ട്രിക്ഷൻ കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾക്ക് കുറച്ച് എന്ത് ചെയ്യുക, തള്ളി മറയ്ക്കുക. അതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കും. ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ഇൻവേഴ്സ് ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, അതിൽ ആ ഒരു ഫംഗ്ഷൻ്റെ റിഫ്ലക്ഷനാണ് സത്യത്തിൽ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. വേറൊന്നുമില്ല, അത് ഈ മിറർ ഇമേജ് ആണ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. സൈൻ എക്സ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഒരു 1-1 ഫംഗ്ഷൻ അല്ല. നമ്മളതിന് എന്ത് ചെയ്യും, ഡൊമൈനും റേഞ്ച് ആയിട്ടൊക്കെ റിസ്ട്രിക്ട് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ബേസിക്കാണ് കേട്ടോ. ഞാനിത് പറയുന്നതാണ് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് ലാബിൽ നിന്ന് പഠിക്കാനുള്ളതാണ്. പക്ഷേ എന്നിട്ട് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് വൈവായിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഞാനിതിന് ഇത്രയും പറഞ്ഞതിൻ്റെ കാരണം അത് നിങ്ങൾ ലാബിൽ നിന്ന് പഠിക്കാനുള്ളതാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചുരുക്കി പറയുന്നത്. എന്നിട്ട് ഞാൻ പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കേട്ടോ. അപ്പം നമ്മളിപ്പം ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കുന്ന സമയത്ത് എന്താണ്, എക്സ് ക്യൂബ് ഈക്വൽ ടു എക്സ് 1/3 ആണ്. എക്സ് സ്ക്വയറിൻ്റെ ഇൻവേർട്ടിബിൾ എടുക്കുന്ന സമയത്ത് റൂട്ട് എക്സ് ആണ്. അപ്പോൾ ഇങ്ങനെ മാറ്റുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കാൻ, ജസ്റ്റ് അല്ല നന്നായിട്ട് പഠിക്കാൻ മറക്കരുത്. പിന്നെ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള ഫംഗ്ഷൻ്റെ കമാൻഡ്സ് ആണ്. ഇപ്പോൾ ഈ ഫംഗ്ഷൻസൊക്കെ അടിച്ചു കൊടുക്കാനായിട്ട് നമ്മളിത് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ എങ്ങനെ അടിച്ചു കൊടുക്കണേന്ന്. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ഈ കമാൻഡ്സ് ഒന്ന് ജസ്റ്റ് നോക്കി പോവാം. ജസ്റ്റ് നോക്കിയാൽ അത് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ സിക്ക് ഇൻവേഴ്സ് എക്സ് സമയത്ത് സിക്ക് ക്യാപ്പ് 1/x എക്സ് ആണെന്ന് മനസ്സിലാക്കാം, ഓഫ് എക്സ് എന്നാണ് കൊടുക്കേണ്ടത്. പിന്നെ നമുക്കിവിടെ നമ്മൾ നേരത്തെ ഓരോ ഫംഗ്ഷൻസ് കണ്ടു. ഇത് ആ ഫംഗ്ഷൻസ് അല്ല. ഈ സമയത്ത് സൈൻ ഇൻവേഴ്സ് എക്സ്, കൊസിക്ക് ഇൻവേഴ്സ് എക്സ് അങ്ങനെയുള്ളതാണ്. അതിൻ്റെ ഡൊമൈൻ റേഞ്ച് ഇവിടെ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടു, ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള π/2 ആണ് കേട്ടോ. π/2 ആണ്. ഇത് ഒരു ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ്. ഓക്കെ, ജസ്റ്റ് ആ പ്രിൻറ്റിലൊന്ന് ശരിയാക്കുക. അവിടെ നിങ്ങൾക്ക് കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഓൾറെഡി ലാബ് ബുക്കിലുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഇതിലും കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് -0 ആണ്. ഓക്കെ, വേറെ ഒന്നുമില്ല അവിടെ. പിന്നെ ബാക്കിയെല്ലാം ക്ലിയർ ആണ്. ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് സംശയം വരാം. അപ്പോൾ നിങ്ങൾക്ക് ലാബ് ബുക്ക് നോക്കിയാലും മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഫംഗ്ഷനാണ്. ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് അത് 0-നെക്കാട്ടി കൂടുതലാണെങ്കിൽ ഫംഗ്ഷൻ കൂടുമായിരിക്കും, കുറവാണെങ്കിൽ ഡിക്രീസ് ചെയ്യായിരിക്കും. ഫംഗ്ഷൻ 0 ആയിട്ട് ഈക്വൽ ആണെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് x² ഫംഗ്ഷൻ സമയത്ത് അവിടെ നമുക്കറിയാം ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ. ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഫംഗ്ഷൻ ഈസ് നീദർ ഇൻക്രീസിങ് ഓർ നോർ ഡിക്രീസിങ് എന്ന് പറഞ്ഞു കൊടുക്കാം. പിന്നെ ഈസി ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് എക്സാമിനർ ഒന്ന് ചോദിക്കും ഈ 7x + 3 എന്ന് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്നായിരിക്കും വന്ന് ചോദിക്കുന്നത്. ഒരു ഇൻക്രീസീവ് ഫംഗ്ഷനാണ് ഡിക്രീസീവ് ഫംഗ്ഷനാണ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചിന്തിക്കുക. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, 7x + 3 അല്ലേ, 7 കിട്ടും. 7 0-നെക്കാട്ടി കൂടുതലല്ലേ. അപ്പോൾ അതെന്തായിരിക്കും, ഇൻക്രീസീവ് ഫംഗ്ഷനാണ് മനസ്സിലാക്കാം. അങ്ങനെ ജസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യമായിരിക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് e⁻x എന്ന സ്ഥലത്ത് ആൾവേസ് പോസിറ്റീവ് ആണ്. അപ്പോൾ അത് ഇൻക്രീസിങ് ഫംഗ്ഷനാണ് മനസ്സിലാക്കാം. അടുത്തത് മാക്സിമം മിനിമം ഗ്രാഫാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കാം. ഇപ്പം എങ്ങനെയാണ് ലോക്കൽ മാക്സിമം വരുന്നത്, ലോക്കൽ മിനിമം വരുന്നത്, അതൊക്കെ ബേസിക്കായിട്ട് മനസ്സിലാക്കി വയ്ക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മാക്സിമം പോയിന്റ് വരുന്നത് എപ്പോഴാണ്, ഒരു അതിൻ്റെ ഒരു ഫംഗ്ഷൻ ഇപ്പോൾ എന്താണ്, ഇതൊരു ഫംഗ്ഷനാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യാണ്, കൂടാണ് മനസ്സിലാക്കാം. ഒരു ഫംഗ്ഷൻ
ഇപ്പോൾ എന്താണ് കൂടാണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ കൂടുന്ന സമയത്ത് അത് കൂടി. അപ്പോൾ ഇവിടെ എന്താണ് ഫംഗ്ഷൻ കൂടാണെന്ന് മനസ്സിലാക്കാം. കൂടിയ ശേഷം അതെന്ത് ചെയ്തു, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂയിലേക്ക് എത്തി. ഇതാണ് അതിൻ്റെ കോൺസ്റ്റൻറ്റ്. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ യഥാർത്ഥത്തിൽ വിളിക്കുന്നത് എന്താണ്, ക്രിറ്റിക്കൽ പോയിൻറ്റ്സ് എന്നാണ് വിളിക്കുന്നത് അല്ലേ. ഇതൊരു ക്രിറ്റിക്കൽ പോയിൻ്റ് ആണ്. ഇതിനെ എന്ത് ചെയ്തു, ആ ഫംഗ്ഷൻ കുറഞ്ഞു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് ആ ഫംഗ്ഷൻ പോസിറ്റീവ് ആയിരുന്നു, നെക്സ്റ്റ് അത് നെഗറ്റീവ് ആയിരുന്നു. അങ്ങനെ നമ്മൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഒരു ചേഞ്ച് വന്നാൽ അതിനെ വിളിക്കുന്നതാണ് ലോക്കൽ മാക്സിമം പോയിന്റ്. അപ്പോൾ അത് കാണിച്ചു കൊടുക്കാനൊക്കെ പറയും. അത് ലാബ് ചെയ്തവർക്ക് അറിയാൻ പറ്റും. അതിൽ പ്രത്യേകിച്ച് വൈവിയൊന്നും ഇല്ല. നിങ്ങൾക്ക് ഈസി ആയിരിക്കും ആ പാർട്ടൊക്കെ. പിന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ബേസിക്കലി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അതനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക, സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്ത ശേഷം അത് ഡിക്രീസിങ് ആണ് മാക്സിമ, പക്ഷേ ഇൻക്രീസിങ് ആണ് മിനിമ. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണേ. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പക്ഷേ പഠിക്കുന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അത് ഒന്നും കൂടി ലാബിലേക്ക് വരുമ്പോൾ ഒന്ന് അടിസ്ഥാനപരമായിട്ട് അത് സെറ്റാക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് പഠിച്ചതാണെങ്കിൽ പോലും ലാബിൽ പെട്ടെന്ന് ചോദിക്കാൻ നമ്മൾ മറന്നു. അപ്പോൾ അത് നമ്മളൊന്ന് ഫിക്സ് ആക്കണം. ഇനി പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനൊക്കെ ചോദിക്കും. ഞാൻ ഇതിൽ സ്പെല്ലിംഗ് തെറ്റാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇൻഫ്ലക്ഷൻ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ പെട്ടെന്ന് എഴുതിയെടുത്താണ് കേട്ടോ. സ്പെല്ലിംഗ് ശ്രദ്ധിക്കേണ്ട. നമുക്ക് നോട്ടിൽ തന്നതുപോലെ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടല്ലോ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. അപ്പോൾ അത് നിങ്ങൾ എഴുതി കൊടുക്കട്ടെ. ഞാൻ ഇത് എഴുതിയ സമയത്ത് തെറ്റിപ്പോയതാണ്. ഓക്കെ അതെന്ത് ചെയ്യാമെന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഈ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ സമയത്ത് നിങ്ങളിപ്പോൾ ഒരു ഫംഗ്ഷൻ എടുക്കുന്ന സമയത്ത് അതിൽ എഫ് ഓഫ് എക്സ് എടുക്കുന്ന സമയത്ത് 0 വന്നു. അതൊരു എഫ് ഓഫ് എക്സ്, സോറി ഫോർ ദ ഇറിറ്റേഷൻ, അന്ന് ഞാൻ എൻ്റെ അനിയനാണ്. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ സമയത്ത് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ്റെ കേസ് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട എഫ് ഡാഷ് എക്സ് എഫ് ഡാഷ് സി എടുക്കുന്ന സമയത്ത് ഇവിടെ സി ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കോൺസ്റ്റ് എന്നുള്ള ഒരു അർത്ഥമല്ല, ഞാൻ ഒരു എക്സ് ആയിട്ട് എടുത്തതെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഇവിടെ സമയത്ത് നമ്മൾ 0 കിട്ടി. അപ്പം എഫ് ഡബിൾ ഡാഷ് എടുക്കുന്ന സമയത്ത് 0 കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. നിങ്ങൾ മനസ്സിലാക്കുക. എഫ് അതിലിപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയത്, ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് 0 കിട്ടി, സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് 0 കിട്ടി. സോ ദാറ്റ് ഈസ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് മനസ്സിലാക്കിയത്. ഇൻഫ്ലക്ഷൻ എന്ന് മനസ്സിലാക്കിയത്. ഇൻഫെക്ഷൻ അല്ല കേട്ടോ, ഇൻഫ്ലക്ഷൻ. ഓക്കെ. ഇനി 0 എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് സൈൻ ചേഞ്ച് ഒന്നും ഇല്ല. സോ അതിന് നമുക്ക് എന്ത് ചെയ്യാം, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാം, നോട്ട് വായിച്ചാൽ തന്നെ കിട്ടും കേട്ടോ. ആബ്സൊല്യൂട്ട് മാക്സിമം സമയത്ത് ടോട്ടൽ ഫംഗ്ഷൻ ഏറ്റവും വലിയ അത് ഞാൻ ഇത് പറഞ്ഞു കേട്ടോ, ഇതിൻ്റെ വേർഡ്സ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ആബ്സൊല്യൂട്ട് മാക്സിമം സമയത്ത് നിങ്ങൾക്ക് അറിയാനുള്ളത് തന്നെയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക് ആണ്, അതാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. സമയം കൂടി കറക്റ്റ് ആക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വരികയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ലൈനേഴ്സ് കൺസിഡർ ചെയ്യണം. ലൈന് വന്നില്ല, ഒരു സെക്കൻഡ്. ഓക്കെ, ഒരു ലൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ലൈൻ ഇപ്പോൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ ഒരു ലൈൻ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് ഇതിൽ ആബ്സൊല്യൂട്ട് മാക്സിമം ആബ്സൊല്യൂട്ട് മിനിമം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ഫംഗ്ഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അതിന് ഏറ്റവും പീക്ക് പോയിന്റിലേക്ക് അതൊരു പീക്ക് പോയിന്റ് സമയത്ത് ഏറ്റവും ലാർജ് ഫംഗ്ഷൻ ആയിരിക്കും അവിടുത്തെ എന്ന് പറഞ്ഞത്. അത് ഇവിടെ കുറേ പീക്സ് നമുക്ക് കാണാം, പക്ഷെ അതിൽ ഏറ്റവും മാക്സിമം ആയിട്ട് നിൽക്കുന്നതാണ് അവിടുത്തെ ആബ്സൊല്യൂട്ട് മാക്സിമ. ഏറ്റവും മിനിമം ആയിട്ട് നിൽക്കുന്നതായിരിക്കും അവിടുത്തെ എന്ത് ചെയ്യുന്നത്, ആബ്സൊല്യൂട്ട് മിനിമ എന്ന് പറയാം. ഇവിടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും മിനിമം ആയിട്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് പറയാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ സമയത്ത് ക്രിറ്റിക്കൽ പോയിന്റ്സ് ആണ്. പിന്നെ നമ്മൾ ഇതൊക്കെ ഞാൻ എഴുതിയിട്ടുള്ളത് ഇങ്ങനെ കണ്ടെത്താന്നുള്ളതൊക്കെ ലാബ് കണ്ടിട്ട് മനസ്സിലാക്കാം. പിന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിൽ എങ്ങനെയാണ് അവിടെ കൊടുക്കേണ്ടത്, അത് ഫംഗ്ഷൻ കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. നമ്മളവിടെ ഫംഗ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും എന്ത് ചെയ്യുക, ഇൻ്റഗ്രലിൽ ഒരു ലിമിറ്റേഷൻ വെച്ചിട്ട് അത് A തൊട്ട് B വരെ എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. ചിലപ്പോൾ എഴുതി കാണിക്കാനൊക്കെ ചോദിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻസ് എന്ത് ചെയ്യുന്നത് അവിടെ കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. എന്നാലേ ഏരിയ കിട്ടത്തുള്ളൂ എന്ന് മനസ്സിലാക്കുക. പിന്നെ സർക്കിളിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒരു സൈഡിൻ്റെ കാര്യം മാത്രം എടുക്കേണ്ട ആവശ്യമുള്ളൂ. അത് ഒരു സൈഡല്ല, ഒരു പാർട്ടിൻ്റെ ഇത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. എന്നതിന് ശേഷം എന്ന് വെച്ചാൽ അത് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് അത് മുഴുവനും കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് അവിടെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ എനിക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് സമയത്ത് LPPയും കോൺവെക്സ് സെക്ഷനാണ് കേട്ടോ. അതെനിക്ക് കിട്ടിയിട്ടില്ല. അതെനിക്ക് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇൻസ്റ്റയിൽ ആഡ് ചെയ്യാം. വീഡിയോ എടുക്കാനായിട്ടുള്ള നേരം ഇനിയില്ല. അപ്പോൾ ഞാൻ ഇനി കുറച്ച് ദിവസത്തേക്ക് വീഡിയോ എടുക്കില്ല. വീഡിയോസ് ഒന്നും കാണാൻ സാധ്യത കുറവാണ്, ചിലപ്പോൾ എടുത്താലായി. അപ്പം എന്തിരുന്നാലും ഇന്ന് അങ്ങോട്ട് വീഡിയോസ് കാണാനായിട്ട് നമുക്ക് തിരക്കുകളാണല്ലോ. അപ്പം ഞാൻ മാക്സിമം എൻ്റെ എഫേർട്ട് എടുത്ത് എല്ലാ വീഡിയോസും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കും കുറച്ച് സമയമൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ എനിക്ക് ആരെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് എന്ത് ചെയ്യും ഇടും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഇൻസ്റ്റ ലൈവാക്കി വെച്ചേക്കാം. ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് നോട്ട്സ് ആഡ് ചെയ്യാനാണ് മാക്സിമം സാധ്യത. കാരണം എനിക്ക് ഒട്ടും ടൈം എനിക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ടൈം വേണം. തമ്നെയിൽ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് ടൈം ആവശ്യമാണ്.
അപ്പോൾ നിങ്ങൾ എന്ത് വെച്ചാൽ നിങ്ങളുടെ യൂട്യൂബും അതേപോലെ തന്നെ അല്ലെങ്കിൽ ഇൻസ്റ്റയും ഒന്ന് എന്ത് ചെയ്യുക സജ്ജമായിട്ട് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നോട്ട്സ് ആഡ് ചെയ്യാനായിട്ട് എനിക്ക് ഇൻസ്റ്റയാണ് ഏറ്റവും കൂടുതൽ പറ്റുന്നത്. യൂട്യൂബിൽ അത്രയും ഡോക്യുമെൻറ്റ്സ് കയറാത്തതുകൊണ്ട് സോ നിങ്ങൾ എന്ത് ചെയ്യുക ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അപ്പം ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് കയറി നോക്കിയാലും മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക യൂട്യൂബിൽ ഞങ്ങൾ പോസ്റ്റ് ഇടും. പോസ്റ്റ് ചെയ്ത സമയത്ത് അവിടെ പോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ലിങ്ക് ഉണ്ടാവും. പോസ്റ്റ് വന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കയറി നോക്കുക. ഓക്കെ, നമ്മളുടെ ഇൻസ്റ്റ അപ്പോൾ അതിൽ നോട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഫോളോ അല്ല സബ്സ്ക്രൈബ് ചെയ്യുക. തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ഒരു നോട്ട്സ് ഉണ്ടല്ലോ, ഇത്രയും നോട്ടെന്ന് പറയുന്ന താഴെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഞാൻ അയച്ചിട്ടുണ്ടാവും. എന്തായാലും ഇത് നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഒരുക്കിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാം. അതേപോലെ തന്നെ ഇത് ഈ ഒരു പ്രിൻറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ്, കമൻറ്റ് ബോക്സ്, ഇൻസ്റ്റ ഇതിലേതെങ്കിലും ഒന്നിൽ ഞാൻ ആഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ 3 ആഡ് ചെയ്യാം. അപ്പോൾ നോക്കിയിരിക്കുക. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.